അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു 1.5 കിലോ മാങ്ങയുടെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായത് മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഗ്യാസ് ഓണാക്കി അതിനകത്ത് ചട്ടി വെച്ച് ഒരു 150 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം ഒരു പിടി കടുകിട്ട് അത് പൊട്ടിച്ചു. അതിനുശേഷം ഒരു പിടി വെളുത്തുള്ളി, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അത് രണ്ടും ഇട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 3/4 സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 3/4 സ്പൂൺ കായംപൊടി ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ കാശ്മീരി മുളക് പൊടിയും കായംപൊടിയും ഞാൻ ചെറിയ പാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ഏകദേശം കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണും കായംപൊടി 3/4 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് ഗ്യാസ് ഓണാക്കിയിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. അതൊന്ന് മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള സുർക്ക ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഉണ്ടല്ലോ, അതായത് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും ഇങ്ങോട്ട് മാങ്ങ നന്നായി വെന്ത് പോകാൻ പാടില്ല. ചാറൊന്നും ഇങ്ങോട്ട് കുറുകി വരുന്ന നേരം കൊണ്ട് നമുക്കത് ഓഫാക്കിയിടാം. അപ്പോൾ അതാ നല്ല രുചികരമായിട്ടുള്ള മാങ്ങച്ചാറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.